ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കിന്ന് ഡീപ്പായിട്ട് നറിഷ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് വാഷ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് മറ്റൊന്നുമല്ല, പ്ലമ്മിൻ്റെ 1% ഓട്ട്. അതോടൊപ്പം തന്നെ ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അലാൻറ്റോയിൻ എന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം, ALLANTOIN. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പെല്ലിംഗ് വന്നിട്ടുള്ളത്. ഞാൻ പ്രൊണൗൺസ് ചെയ്തത് അലാൻറ്റോയിൻ എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് നല്ലോണം ഡീപ്പായിട്ട് നറിഷ് ചെയ്യാൻ മാത്രമല്ല, ഇപ്പോൾ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനെസ് ഒക്കെ റിഡ്യൂസ് ചെയ്തിട്ട് നല്ല മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് ഒട്ടും തന്നെ ഡ്രൈ ആക്കാണ്ടും ഇനി ഇൻഫ്ലമേഷൻ പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാം ഡൗൺ ചെയ്യാനും റിഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ ലെവലൊക്കെ നല്ലോണം കീപ്പപ്പ് ചെയ്യാനും മോയ്സ്ചർ ലോസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ ഇല്ലേ, അത് റീസ്റ്റോർ ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ 1% ഓട്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്കിൻ ബാരിയർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് കൂടാണ്ട് കുറച്ച് വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ വൈറ്റമിൻസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എഫും അതോടൊപ്പം തന്നെ വൈറ്റമിൻ B5 ആണെന്നാണ് തോന്നുന്നത്. അതെ, B5 ആണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ B5, B3 എന്നൊക്കെ നമ്മൾ കുറേ അധികം പ്രൊഡക്ട്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ വൈറ്റമിൻ എഫ് എന്നുള്ള സംഭവം കാണൽ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ എഫ് എന്ന് കണ്ടപ്പം എനിക്കെന്തോ അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത്. അപ്പോൾ വൈറ്റമിൻ എഫ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. 100% വേഗൻ ആണ്, പിന്നെ ക്രുവൽറ്റി ഫ്രീ ആണ്, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, സോ സേഫ് ടു യൂസ് ആണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഞാൻ 2-3 പ്രാവശ്യം യൂസ് ചെയ്തപ്പം എനിക്ക് ഹോണസ്റ്റ്ലി ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, നല്ല രീതിക്ക് നറിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന്. അതോടൊപ്പം തന്നെ വൈറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുമ്പോൾ തന്നെ. അതോടൊപ്പം തന്നെ നന്നായിട്ട് ലേതറൊക്കെ ഫോം ആകുന്നുണ്ട് കേട്ടോ. ക്രീമി ബേസ് ആണ് വരുന്നത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയാണ്. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാരണം നമുക്ക് കുറേ അധികം ബെനിഫിറ്റ്സ് കിട്ടും. 1-2 ഇൻഗ്രീഡിയൻസ് അല്ലല്ലോ, വൈറ്റമിൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഓട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണതാനും. നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എഫ് ആണ്. വൈറ്റമിൻ B5 എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ നിന്ന് മോയ്സ്ചർ ലോസ് ആകുന്നത്, അതായത് പുറത്തേക്ക് പോവുമല്ലോ, അത് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മോയ്സ്ചർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഓട്ട് എന്നൊക്കെ പറയുന്നത് സ്കിൻ ബാരിയറൊക്കെ റീസ്റ്റോർ ചെയ്യാനും പിന്നെ നമ്മൾ സ്കിന്ന് നല്ല രീതിക്ക് സൂത്തൻ ചെയ്യാനും ഒന്ന് കാം ഡൗൺ ആക്കാനും ഇൻഫ്ലമേഷൻ പോലത്തുള്ള കാര്യങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലാൻറ്റോയിൻ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എന്ന് നോക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ്ഫുൾ ആണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യൂസ്ഫുൾ ആണ്, അതോടൊപ്പം തന്നെ ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് ക്രീമി ടെക്സ്ചർ ആണെങ്കിലും ഇതിൻ്റെ അമേസിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് കേട്ടോ. നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. നമുക്ക് യാതൊരുവിധ വേറെ പാരബൻസോ അല്ലെങ്കിൽ മറ്റ് ടോക്സിക് ഇൻഗ്രീഡിയൻസോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഈ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് പോലത്തുള്ള കാര്യങ്ങളൊന്നും ഒക്കർ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഡീപ്പായിട്ട് നറിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആക്കും. അതോടൊപ്പം തന്നെ പ്ലംപി ഒക്കെ ആക്കി നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അമേസിങ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയാണ്. കുറേ അധികം ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഫേസ് വാഷ് തിരഞ്ഞെടുക്കുമ്പോൾ ജെന്റിലി നമ്മുടെ സ്കിന്നിലൊക്കെ ഉള്ള ഡേർട്ടും ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ആയി കിട്ടണം. ഓവറായിട്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കരുത്. അതോടൊപ്പം തന്നെ pHൻ്റെ ആ ഒരു ബാലൻസ് ഒക്കെ ഓവറായിട്ട് ഡിസ്റ്റർബ് ആക്കരുതെന്നൊക്കെയാണ് നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കൺസേൺ ഉള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷ് തന്നെയാണ് പ്ലമ്മിൻ്റെ ഈ ഒരു 1% ഓട്ട് ആൻഡ് അലാൻറ്റോയിൻ ഡീപ്പ് നറിഷിങ് ഫേസ് വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓട്ട് എന്ന് പറയുന്നത് അതായത് ഗുഡ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതുവഴി നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ആ ഒരു മോയ്സ്ചറൈസേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ, വേറെ രീതിക്കൊന്നും കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ മോർണിംഗ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകാൻ നേരത്തെ എങ്ങനെയാണോ അതേപോലെ തന്നെ ആ ഒരു സെയിം റുട്ടീനാണ് ഫോളോ ചെയ്ത് പോകേണ്ടത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഫേസ് നല്ലോണം നമ്മൾ വെള്ളം കൊണ്ടൊന്ന് വെറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ നമ്മൾ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം.
അതിനുശേഷം നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ജെൻറ്റിലി സർക്കുലർ മോഷനിൽ അപ്വേർഡായിട്ട് മസാജ് ഓവർ ചെയ്തിട്ട് ഒരു 60 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ് അല്ല 60 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആ ഒരു രീതിക്ക് നമ്മൾ ഫോളോ ചെയ്ത് പോവുക, ആ റൂൾ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ വാഷ് ഓഫ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്. ഓവറായിട്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നില്ല, നല്ല രീതിക്ക് സൂത്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ബ്രൈറ്റ്നസ്, നറിഷ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഹൈഡ്രേഷൻ, ഇൻഫ്ലമേഷനൊക്കെ റിഡ്യൂസ് ചെയ്യും. നമ്മുടെ സ്കിന്നൊന്ന് കാം ഡൗൺ ചെയ്യാനും റെഡ്നെസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും ഹൈഡ്രേഷനും പ്ലംപ് എന്നൊക്കെ ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഫേസ് വാഷ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫേസ് വാഷിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ പാരബൻ, സൾഫേറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇൻക്ലൂഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വാളിറ്റി ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ആനിമൽ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ മെയ്ഡ് ഗുഡ് വിത്തൗട്ട്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, പാരബൻസ്, പാത്തലിറ്റ്സ്, അതർ ഇഫീസ് ആൻഡ് ആനിമൽ ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രൈസ് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് ആണ്, ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല. ഇത് ചെറിയൊരു പാക്കേജ് ആയതുകൊണ്ട് തന്നെ 15 ml ഓഫ് പ്രൊഡക്റ്റിന് വരുന്നത് 60 റുപ്പീസാണ് കാണിച്ചിട്ടുള്ളത്. ഒരു 200-300 ആ റേഞ്ചിലൊക്കെ ഇതിൻ്റെ ബിഗ് പ്രൊഡക്റ്റ് നമുക്ക് ആമസോണിലും മിന്ത്രയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ശരിക്കും നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയാണ് ഈ ഒരു ഫേസ് വാഷ്. നമുക്ക് വാങ്ങിച്ചാലും നഷ്ടമില്ലാത്തൊരു ഫേസ് വാഷ് തന്നെയാണ്. ഓട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഗുഡ് ബാക്ടീരിയ ആണ് ടു ത്രൈവ് ഇൻ ദ മൈക്രോബയും, അതായത് വിത്ത് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ടു റീസ്റ്റോർ, സൂത്തൻ ചെയ്യാനും നറിഷ് ചെയ്യാനും മോയ്സ്ചർ ബാരിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കാമാക്കാനും റെഡ്നെസ്, ഇൻഫ്ലമേഷൻ പോലത്തുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുമുണ്ട്. നേരത്തെ നമ്മൾ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്ന കുറേയധികം ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നല്ല രീതിക്ക് പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നറിഷ്മെൻറ്റും ഹൈഡ്രേഷനും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് റുട്ടീൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ക്ലെൻസർ, അതായത് ഫേസ് വാഷ് എന്നുള്ള സംഭവം നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ഫേസ് വാഷ് ആണ്. ആഫ്റ്റർ ദാറ്റ് ടോണർ, സെറം അപ്ലൈ ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസർ, പിന്നെ പ്രൊട്ടക്ഷൻ ലെവലിന് വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു റുട്ടീൻ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് നമുക്ക് റിസൾട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമുക്ക് 1 വീക്ക് അല്ലെങ്കിൽ 2 or 3 ഡേയ്സ് കൊണ്ടിട്ടല്ല നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആകുന്നത്. അത് കുറച്ച് ടൈം എടുക്കും. നമ്മൾ 1 month ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് ഡേയ്സ് ചെയ്തിട്ട് നിങ്ങൾ മതിയാക്കി പോവാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്ത് പോവുക. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം വേണ്ട ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ഫേസ് വാഷ് തന്നെയാണ്. ഇതിൽ കുറച്ചൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിലും യൂസ് ചെയ്താൽ വലിയ പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുക, യൂസേജ് കണ്ടിന്യൂ ചെയ്ത് പോകരുത്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യേണ്ടത് കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്ര ഡിഗ്രി സെൽഷ്യസ് ബിലോ എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് വാഷ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അവർ കുറച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത് മോയ്സ്ചറൈസ് ഡ്രൈ, അതായത് ഡ്രൈനെസ് റിഡ്യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് കുഴപ്പമില്ല, യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ എഫ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റ് അറ്റ് റീസ്റ്റോറിങ് സ്കിൻ ബാരിയർ, നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ റീസ്റ്റോർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നാണ് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫ്ലേക്കി തിങ്സ് ഒക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് വാഷ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് നൽകുന്ന ഫേസ് വാഷ് ആണ്. അപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ഫേസ് വാഷ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് വാഷ് തന്നെയാണ് നമ്മുടെ പ്ലമ്മിൻ്റെ ഈ ഒരു 1% ഓട്ട് ആൻഡ് അലാൻറ്റൻ ഫേസ് വാഷ്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് ഈ ഒരു ടേം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അലാൻറ്റൻ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാതെ ടാറ്റാ.